നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025-ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ്. ഡിജിറ്റൽ ലോകം ഭയങ്കര വേഗത്തിലാണല്ലോ മാറുന്നത്, അല്ലേ? അതെ അതെ 2025 ആകുമ്പോഴേക്കും ഈ മാറ്റങ്ങളുടെ വേഗത പിന്നെയും കൂടുമെന്നാണ് ഈ പഠനം പറയുന്നത്. അപ്പോ ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജോലിയിലായാലും ബിസിനസ്സിലായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും. അപ്പോ എന്തൊക്കെയാണ് ഈ ലേഖനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ? 2025-ൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും. ഈ ലേഖനം എടുത്തു പറയുന്ന ഒരു കാര്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിപണിയുടെ ഭയങ്കരമായ വളർച്ചയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഇന്ത്യയിൽ. അതെ, കോടിക്കണക്കിന് ഡോളറിന്റെ ഒരു വിപണിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇന്റർനെറ്റ് ഉപയോഗം കൂടുന്നത്, ഇ കൊമേഴ്സിന്റെ വളർച്ച, അതോടൊപ്പം 5G പോലുള്ള പുതിയ ടെക്നോളജികൾ. ശരിയാണ്. ഇതെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. ഇത് എന്താ പറയുക, ഉപഭോക്താക്കളിലേക്ക് എത്താൻ പുതിയ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് തരുന്നത്. കൊള്ളാം. അപ്പൊ അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ ലേഖനത്തിൽ പറയുന്ന 2025-ലെ പ്രധാന ട്രെൻഡുകളിലേക്ക് കടന്നാലോ? ഇതിലേറ്റവും പ്രധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI-യുടെ സ്വാധീനമാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായും. AI എല്ലാ മേഖലകളെയും മാറ്റാൻ പോവുകയാണ്. ലേഖനം പറയുന്നതുപോലെ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ സന്ദേശങ്ങൾ നൽകാൻ, അതായത് ഹൈപ്പർ പേഴ്സണലൈസേഷൻ. ഹൈപ്പർ പേഴ്സണലൈസേഷൻ. അതെ, ഓരോ ആൾക്കും വേണ്ടതെന്താണോ അത് കൃത്യമായി എത്തിക്കാൻ AI സഹായിക്കും. പിന്നെ ഒരുപാട് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടന്റ് ഉണ്ടാക്കാൻ വരെ AI സഹായിക്കും. ശരി. പിന്നെ ഗൂഗിളൊക്കെ AI ഉപയോഗിച്ച് നേരിട്ട് ഉത്തരങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത് ഈ AI ഓവർവ്യൂസ് അല്ലെങ്കിൽ SGE എന്ന് പറയുന്നത്. അത് കണ്ടിരുന്നു. അത് നമ്മൾ വിവരങ്ങൾ തിരയുന്ന രീതിയെ തന്നെ മാറ്റും. SEO സ്ട്രാറ്റജികളെയും അത് കാര്യമായി ബാധിക്കും. വെബ്സൈറ്റിലേക്കുള്ള ക്ലിക്കുകൾ കുറയാൻ സാധ്യതയുണ്ട്. ശരിയാണല്ലോ. അപ്പോ വെബ്സൈറ്റ് ട്രാഫിക്കിനെക്കുറിച്ചൊക്കെ പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. വീഡിയോയുടെ കാര്യവും പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഷോർട്ട് വീഡിയോസ്. ഷോർട്ട് വീഡിയോകൾ, അതായത് റീൽസ്, ഷോർട്സ് ഒക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതായി തുടരും. കാരണം ആളുകളുടെ ശ്രദ്ധ കുറഞ്ഞു വരുന്നൊരു കാലമാണല്ലോ. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പേരിലേക്ക് എത്താൻ ഇത് നല്ലതാണ്. ശരിയാണ്. അതോടൊപ്പം ഈ ലേഖനത്തിൽ പറയുന്ന ഒരു രസകരമായ കാര്യം ഷോപ്പബിൾ വീഡിയോകളാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലെ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുന്നത്. അത് കൊള്ളാം. അതെ, അതും വരും. പിന്നെ കണ്ടന്റിന്റെ കാര്യത്തിലും മാറ്റങ്ങളുണ്ട്. ആളുകൾക്ക് സംവദിക്കാൻ പറ്റുന്ന ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്. ഓക്കെ. അതുപോലെ AR, VR പോലുള്ള പുതിയ അനുഭവങ്ങൾ നൽകുന്ന കണ്ടന്റുകൾ, ഇവയൊക്കെ പ്രധാനമാവും. പിന്നെ സെർച്ച് എഞ്ചിനുകളിൽ മുന്നിലെത്താനും ആളുകളുടെ വിശ്വാസം നേടാനും EEAT ഉള്ള കണ്ടന്റ്. EEAT. അതെ, എക്സ്പെർട്ടീസ്, ഒത്തോറിറ്റേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്. അതായത് വൈദഗ്ധ്യം, ആധികാരികത, വിശ്വാസ്യത. ഇതുണ്ടെങ്കിലേ കണ്ടന്റിന് വിലയുണ്ടാവൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഡേറ്റയുടെ സ്വകാര്യതയെക്കുറിച്ചും ലേഖനം എടുത്ത് പറയുന്നുണ്ടല്ലോ. ഈ തേർഡ് പാർട്ടി കുക്കികൾ ഇല്ലാതാകുന്നത് ഒരു വലിയ മാറ്റമാണല്ലേ? വളരെ വലിയ മാറ്റമാണ്. ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൂടും. അപ്പോൾ ഈ തേർഡ് പാർട്ടി കുക്കികൾ പോകുമ്പോൾ ബിസിനസ്സുകൾ സ്വന്തമായി ഡേറ്റ ശേഖരിക്കുന്നതിൽ, അതായത് ഫസ്റ്റ് പാർട്ടി ഡേറ്റ, അതെ, അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിലും ശ്രദ്ധിക്കണം. പുതിയ നിയമങ്ങളൊക്കെ വരും, അതെല്ലാം പാലിക്കണം. ഉപഭോക്താക്കളുടെ വിശ്വാസം നേടുക എന്നത് വളരെ പ്രധാനമാകും. ശരിയാണ്. അതോടൊപ്പം മെറ്റാവേഴ്സ്, Web3 പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളും മാർക്കറ്റിംഗിന് പുതിയ സാധ്യതകൾ തുറന്നു തരും എന്നും പറയുന്നുണ്ട്. ഈ വളർച്ചയുടെ കൂടെ സ്വാഭാവികമായും ചില വെല്ലുവിളികളും ഉണ്ടാവുമല്ലോ. ലേഖനം അതും സൂചിപ്പിക്കുന്നുണ്ട്. ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ളവരുടെ കുറവ് അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ AI ഉപയോഗിച്ചുള്ള തെറ്റായ വിവരങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായും. അതുകൊണ്ട് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ കഴിവുകൾ നേടണം, പ്രത്യേകിച്ച് AI, ഡേറ്റ അനലിറ്റിക്സ് പോലുള്ളവയിൽ. പിന്നെ ഈ AI കാരണം വരുന്ന തെറ്റായ വിവരങ്ങൾ, ഡേറ്റാ സുരക്ഷാ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നല്ല ശ്രദ്ധ വേണം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ 2025-ൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ പേഴ്സണലൈസ്ഡ് ആകും, ടെക്നോളജിയിൽ കൂടുതൽ ഊന്നൽ വരും, അതേസമയം പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാകും. അതെ, അതാണ് ഈ ലേഖനത്തിന്റെ ഒരു കാതൽ. ചുരുക്കത്തിൽ 2025-ൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയാണ്. ഈ ലേഖനം പറയുന്നത് പോലെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും ഉപഭോക്താക്കൾക്ക് നല്ലൊരു അനുഭവം നൽകാനും തയ്യാറാകുന്നവർക്ക് വിജയിക്കാൻ സാധിക്കും.
ഈ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകേണ്ടത് പ്രധാനമാണ്. മാറ്റങ്ങളെ പേടിച്ചിട്ട് കാര്യമില്ല. അതെ, വളരെ നന്ദി. ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറ്റങ്ങൾ നിങ്ങളുടെ സ്വന്തം മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനനുസരിച്ചുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്?